അമ്മായിയമ്മയ്ക്ക് ഒരു രഹസ്യമോഹമുണ്ട്, അല്ലെങ്കിൽ രഹസ്യ ദൗത്യമുണ്ട്. അത് ആരെ ഏൽപ്പിക്കും? ആരത് ശരിയായി ചെയ്യും? എന്തായാലും ചുറ്റുപാടും ഒന്ന് തിരഞ്ഞപ്പോൾ കിട്ടിയത് മരുമകനെയാണ്. മരുമകൻ ആ ദൗത്യം ശരിയാക്കുമോ? വല്ലതും നടക്കുമോ? പോയിട്ട് വന്നിട്ട് വല്ലതും നടക്കുമോ? ഒന്നും അറിയില്ല. എന്തായാലും നമുക്ക് വിശാലിൻ്റെ മെയിൽ വായിച്ചു നോക്കാം. മാഡം, എൻ്റെ പേര് വിശാൽ. യഥാർത്ഥ പേരൊന്നുമല്ല. 26 വയസ്സ് കഴിഞ്ഞു. എൻ്റെ വിവാഹം 1 വർഷത്തിന് മുമ്പായിരുന്നു. ജാതകത്തിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് വിവാഹം ഇത്രയും നേരത്തെ നടത്തിയത്. അല്ലെങ്കിൽ പിന്നെ എനിക്ക് 32 വയസ്സ് കഴിഞ്ഞ് വിവാഹമുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വീട്ടുകാർ പെട്ടെന്ന് ആലോചിച്ചു. പക്ഷെ പെൺകുട്ടിയെ എനിക്കിഷ്ടപ്പെട്ടു. 2 വർഷത്തിന് മുമ്പാണ് എനിക്ക് ഒരു ജോലി കിട്ടിയത്. പറഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്ത ഒരാളുടെ അനന്തരവളാണ് എൻ്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടി. പുള്ളിക്കാരൻ എന്നെ റെക്കമെൻഡ് ചെയ്തു. എന്നോട് പുള്ളി പറഞ്ഞു, മോനെ ഒന്നുകൊണ്ട് പേടിക്കണ്ട. എൻ്റെ കസിൻ സിസ്റ്റർ ആയതുകൊണ്ട് ഞാൻ പറയുകയല്ല. പെണ്ണും പെണ്ണിൻ്റെ അമ്മയും അവർ തങ്കക്കുടങ്ങളാണ്. അത്രയ്ക്ക് നല്ല സ്വഭാവമാണ്. ഒന്നുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല. വളരെ അച്ചടക്കത്തോടു കൂടിയാണ് അവൾ അവളുടെ മകളെ വളർത്തിയത്. പിന്നെ അവരുടെ അച്ഛനാണെങ്കിലും നല്ലൊരു മനുഷ്യനാണ്. നല്ല ജോലിയായിട്ടുള്ളൊരു കുടുംബമാണ്. നിനക്ക് ഒരു പ്രശ്നം അവരെ കൊണ്ടുണ്ടാകില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് സമാധാനം തോന്നി. സാധാരണ ഇപ്പോഴത്തെ കാലത്തെ വിവാഹ ജീവിതം എന്ന് പറയുമ്പോഴേക്കും വലിയ പ്രശ്നമാണ്. എന്തായാലും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. എല്ലാം ഒത്തുവന്ന ഒരു സാഹചര്യമായിരുന്നു. അമ്മായിച്ചൻ, അമ്മായിയമ്മ, എൻ്റെ ഭാര്യ, എല്ലാവരും സ്നേഹമുള്ളവർ. എൻ്റെ വീട്ടിനേക്കാൾ കൂടുതൽ കംഫർട്ടബിളാണ് എൻ്റെ ഭാര്യ വീട് എന്ന് പറയാം. എല്ലാം തുറന്ന് സംസാരിക്കുന്ന പ്രകൃതമാണ് അമ്മായിയമ്മയുടേത്. ഞങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ പല കാര്യങ്ങളും, ലോകകാര്യങ്ങളും കുടുംബജീവിതത്തിൻ്റെ കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നെ അമ്മായിയമ്മയുടെയും അമ്മായിച്ചൻ്റെയൊക്കെ ദാമ്പത്യത്തിൽ വന്ന ആദ്യകാലത്തെ പിഴവുകളൊക്കെ അമ്മായിയമ്മ ഞങ്ങളിരിക്കുമ്പോൾ തന്നെ പറയും. ഞങ്ങൾ കല്യാണം കഴിച്ചപ്പോൾ ഇങ്ങനെയായിരുന്നു, അന്ന് അബദ്ധം സംഭവിച്ചു, അതുപോലെ നിങ്ങൾക്ക് സംഭവിക്കരുത്. നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യണം. ഞങ്ങളെ എങ്ങും പോകാൻ വിളിക്കരുത്. ആദ്യത്തെ 1 വർഷം നിങ്ങൾ രണ്ടുപേരും കൂടി തന്നെ പോകണം. പിന്നെ ഇപ്പോഴെങ്കിലും കുട്ടികൾ വേണ്ടാന്ന് വെക്കുന്നതാണ് നല്ലത്. കാര്യം ഒന്ന് ശരിയായി വരാൻ തന്നെ 2 വർഷം എടുക്കും. പക്ഷേ ഈ മനുഷ്യനെ സമ്മതിച്ചില്ല. പെട്ടെന്ന് കുട്ടികളായി എന്നൊക്കെ പറഞ്ഞ് അമ്മായിമ്മ തുറന്നു പറയും. എൻ്റെ വീട്ടിൽ ഇത്തരം കാര്യങ്ങളൊന്നും തുറന്നു പറയില്ല, പൊതുവായിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കാദ്യം കുറച്ച് അത്ഭുതമുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് തന്നെ ഞാനൊരു മട്ട് ജെല്ലായി. പിന്നെ എൻ്റെ വീട്ടിലേക്ക് അമ്മായിമ്മ ഇടയ്ക്കിടയ്ക്ക് വരും. എൻ്റെ അമ്മയോടും അച്ഛനോടുമൊക്കെ വലിയ കൂട്ടാണ്. അമ്മായിച്ചൻ അങ്ങനെ വരില്ല, എന്നാലും അമ്മായിമ്മ വരും. അവർ എല്ലാത്തിനും കേപ്പബിളാണ്. തന്നെ ഏത് വാഹനം വേണമെങ്കിലും ഓടിക്കും. എന്നോട് പറയും, ട്രെയിനും പ്ലെയിനും മാത്രമേ ഉള്ളൂ ഞാൻ ഓടിക്കാനുള്ളതായിട്ട്, ബാക്കിയെല്ലാം ഞാൻ ഓടിക്കും മോനെ. എനിക്ക് വാഹനങ്ങളോട് ഭയങ്കര ക്രൈസാണ്. പിന്നെ ചിലപ്പോഴൊക്കെ എന്നെ ബൈക്കിലിരുത്തി പുറകിൽ എന്നോട് കയറാൻ പറയും. നിന്നെ വെച്ച് ഞാനൊന്ന് റൗണ്ട് അടിക്കട്ടെ എന്ന് പറയും. അല്ലെങ്കിൽ എൻ്റെ പുറകെ കയറും എന്ന് പറയും. ബുള്ളറ്റ് പൊടിക്കും. അങ്ങനെ എല്ലാം കൊണ്ടും പുള്ളിക്കാരി സാഹസിക കൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ഒരു വനിതയാണ്, മഹിതയാണ്. അവരെ വർണ്ണിക്കാൻ എനിക്ക് വാക്കുകളില്ല. എൻ്റെ ഭാര്യയ്ക്ക് അത്ര വലിയ ധൈര്യമൊന്നുമില്ല. അവർ വളർത്തിയ മകളാണെന്നും പറയില്ല. അവൾ കുറച്ച് ശാന്ത സ്വഭാവക്കാരിയാണ്. എന്തായാലും അമ്മ അവളുടെ മാതൃകയാണ്. അതുകൊണ്ട് അമ്മ ചെയ്യുന്ന എന്തും അവൾക്ക് ഇഷ്ടമാണ്. അമ്മയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. പിന്നെ അവൾക്ക് വലിയ ധൈര്യമില്ലാത്തത് കൊണ്ട് എന്നോട് പറയും, അമ്മയെ സൂക്ഷിക്കണം കേട്ടോ, അമ്മ ചാടിക്കേറി എന്ത് കാണിക്കും. നിങ്ങൾക്ക് അത്രയും ധൈര്യമൊന്നുമില്ലെന്ന് എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. അമ്മയുടെ കൂടെ നിന്ന് നിങ്ങൾ അലകുലത്തുകൾ ഉണ്ടാക്കരുത് എന്നും എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്വഭാവം അവൾക്ക് വന്നപ്പോഴേ പിടികിട്ടി. ഒരു വട്ടം സംഭാഷണം മധ്യേ അമ്മായിമ്മ ഇങ്ങോട്ട് പറഞ്ഞു, മോനെ നിനക്കറിയാമോ, ഇവൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആ കോളേജിൽ ഒരു സൗന്ദര്യമുള്ള ചെക്കനുണ്ടായിരുന്നു. എല്ലാ പെണ്ണുങ്ങൾക്കും അവനെ ഇഷ്ടമായിരുന്നു. ഇവളും അവനെ കയറിങ്ങ് പ്രേമിച്ചു. പക്ഷേ ഇതിനകത്തെ ഏറ്റവും വലിയ രഹസ്യം എന്താണെന്ന് നിനക്കറിയാമോ? ഇല്ലമ്മേ, എനിക്കറിയില്ലല്ലോ. എന്താ ഞെട്ടിപ്പിക്കുന്ന രഹസ്യം? ആ രഹസ്യം ഞാൻ പറയാം. ആ ചെക്കൻ ഇവളെ കണ്ടിട്ട് പോലുമില്ല, അവനൊട്ട് അറിയുകയുമില്ല ഇവൾ പ്രേമിച്ചത്. അത് കേട്ടെൻ്റെ ഭാര്യ തല കുനിച്ചിരുന്നു. അമ്മ എന്തിനാണ് ഇതൊക്കെ ചേട്ടനോട് പറഞ്ഞത്? ഇനി ചേട്ടൻ എന്നെ സംശയിക്കും. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നീ ഒട്ടും സംശയിക്കരുത്, ആ ചെറുക്കൻ ആരാണെന്ന് എന്നെ കാണിക്കുക എന്ന് പറഞ്ഞ് അമ്മായിമ്മ കാണിച്ചു. അപ്പോഴാണ് പ്രശസ്തമായ ഒരു സീരിയൽ താരമാണ് പുള്ളി. ഇപ്പോൾ സീരിയൽ അഭിനയിക്കുന്നുണ്ടേ. ആ സമയത്ത് മോഡലിംഗ് ഒക്കെ ചെയ്യുമായിരുന്നു. എന്തോ TV പ്രോഗ്രാമിലൊക്കെ വന്നത് കണ്ട് പെണ്ണുങ്ങളെല്ലാം പുറകെ നടക്കുമായിരുന്നു. ഇപ്പോൾ 2 ചാനലുകളിൽ ഹിറ്റ് സീരിയൽ അഭിനയിച്ചുകൊണ്ടിരിക്കും.
ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല, അങ്ങനെ പാട് നോക്കിപ്പോയി, ഇവള് മോഹിച്ചതുപോലെ 100 പെണ്ണുങ്ങൾ മോഹിച്ച് കാണുമല്ലോ. അപ്പോഴേക്കും ഭാര്യ പറഞ്ഞു, അല്ല എനിക്ക് ആ പുള്ളിയുടെ സൗന്ദര്യത്തിലൊക്കെ ഒത്തിരി ഇഷ്ടമായിരുന്നു, ഇപ്പോഴും നിനക്ക് അവനോട് പ്രേമമുണ്ടോടി എന്ന് അമ്മായിമ്മ ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു, പിന്നെ എനിക്ക് അങ്ങോട്ട് പ്രേമൊന്നുമില്ല, ഇപ്പം അന്ന് എനിക്ക് ജസ്റ്റ് സൗന്ദര്യം കണ്ട് തോന്നിയതാണ്. എൻ്റെ ഭർത്താവിന് നല്ല സൗന്ദര്യം ഉള്ളതുകൊണ്ട് എനിക്കിപ്പം മറ്റുള്ളവരെ പ്രേമിച്ചത് ഓർത്തിരിക്കേണ്ട കാര്യമില്ല. അമ്മയ്ക്കെന്താ, അമ്മയിലെ പണ്ട് പ്രേമിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നതും. അതെടി, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് കൂടെ പഠിച്ച ആളോട് സ്ട്രോങ് ആയിട്ട് ലവ് ആയിരുന്നു. ഞങ്ങൾ എന്നോട് കല്യാണം കഴിക്കണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ എന്ത് ചെയ്യാനാ, ഡിഗ്രി കഴിഞ്ഞതിൽ പിന്നെ അവനെ കണ്ടിട്ടേ ഇല്ല. ഈ പ്രേമം അവരുടെ വീട്ടിൽ അറിഞ്ഞെന്ന് തോന്നുന്നു. എന്തായാലും അവനെ ഇവിടുന്ന് കടത്തി. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എൻ്റെ വീട്ടിലറിഞ്ഞായിരുന്നെങ്കിൽ സമ്മതിച്ചേനെ. പക്ഷേ എൻ്റെ വീട്ടിലോട്ട് അറിഞ്ഞതുമില്ല. പ്രേമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കാപ്പി കുടിക്കാൻ പോയതും 1-2 വട്ടം സിനിമാ തിയേറ്ററിൽ പോയതും മിച്ചം. അതൊക്കെ ഓർത്തിരിക്കാം. ഈ കഥകളൊക്കെ അച്ഛനറിയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾ പറഞ്ഞു, പിന്നെ അച്ഛനെ മുൻവച്ചിട്ടില്ലേ അമ്മ ഈ കഥകളൊക്കെ പറഞ്ഞത്. പണ്ടത്തെ പ്രേമത്തിൻ്റെ കഥയൊക്കെ അച്ഛനും പ്രേമിച്ചിരുന്നു. പിന്നെ ചേട്ടൻ പ്രേമിച്ചിട്ടില്ലേ എന്നോട് ഭാര്യ ചോദിച്ചു. ഓ, ഞാൻ പ്രേമിച്ചിട്ടൊന്നുമില്ല, ഞാനിതുപോലെ പ്രേമിക്കാൻ ശ്രമിച്ചു. ആ പെൺകുട്ടികളൊക്കെ അറിഞ്ഞിട്ടുണ്ടോയെന്ന് ദൈവത്തിനറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മായിമ്മ പൊട്ടിച്ചിരിച്ചു. ആ, അത് നല്ലതാണ്, അങ്ങനെയുള്ള പ്രേമമാണ് ഏറ്റവും നല്ലത്. ചുമ്മാ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രേമിച്ചിട്ട് ആളെ കിട്ടിയില്ലെങ്കിൽ എന്ത് ദുഃഖമായിരിക്കും. ഇതിപ്പം അങ്ങേർക്ക് എന്നോട് പ്രേമമൊന്നുമില്ല, ഞാൻ വെറുതെ മോഹിച്ചു. അങ്ങനൊരു സിറ്റുവേഷൻ ആണെങ്കിൽ വലുതായിട്ട് നമുക്ക് വിഷമം തോന്നില്ല. കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല. പ്രേമിച്ചൊക്കെ നടന്നു കഴിഞ്ഞാൽ അതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാ മോനെ എന്ന് പറഞ്ഞു. ആ, എന്തായാലും അമ്മ ഇപ്പം നല്ല ജീവിതത്തിലായല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചു. പിന്നീട് ഒരു വട്ടം അമ്മായിമ്മയുടെ അനിയത്തിയുണ്ട്. അവരെ ഒരു സർജറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ദൂരെയാണ്, ഒരു 2 മണിക്കൂറത്തെ യാത്രയുണ്ട്. കാറിൽ ഞാനും അമ്മായിമ്മ കൂടെ പോവുകയാണ്. അന്ന് അമ്മാച്ചിന് വരാൻ സമയം കിട്ടിയില്ല. എൻ്റെ ഭാര്യയ്ക്കും വരാൻ ശാരീരികമായി ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 2 പേരും കൂടിയാണ് പോയത്. സർജറിക്ക് മുന്നേ പുള്ളിക്കാരി ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പോകുന്ന പോക്കിൽ അനിയത്തിക്ക് 1-2 സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി. അതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ അമ്മയെ വിഷ് ചെയ്തു. അപ്പോഴാണ് അമ്മയുടെ മുഖത്ത് ആകെ കൂടി സന്തോഷം. അയ്യോ, എത്ര കാലമായി കണ്ടിട്ട്, എവിടെയാണ്, എന്താണ് ഞാൻ കാണുന്നത്, സത്യം തന്നെയാണോ എന്നൊക്കെ പറഞ്ഞ് അമ്മായിമ്മ അങ്ങയോട് സംസാരിക്കുന്നു. അങ്ങേര് തിരിച്ച് വലിയ രീതിയിൽ അത്ഭുതത്തോടു കൂടി പരസ്പരം കൈകൾ കോർത്ത് പിടിച്ച് പരസ്പരം മറന്ന് സംസാരിക്കുകയാണ്. എനിക്കപ്പോഴേ മനസ്സിലായി, ഇത് അമ്മായിമ്മയുടെ പഴയ കാമുകൻ തന്നെയാണ്. ഞാൻ കൂടെ വന്നപ്പോൾ തന്നെ ഇങ്ങേര് പ്രത്യക്ഷപ്പെടാൻ എന്താ കാരണം? കൊള്ളാം. ഞാൻ പറഞ്ഞതിന് മുമ്പ് തന്നെ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോനെ ഇത് അറിയാമല്ലോ, എൻ്റെ പഴയ കഥയിലെ നായകനാണ്. എന്നെയും പരിചയപ്പെടുത്തി. ഞാനും പുള്ളിയും പരസ്പരം നോക്കി ചമ്മിച്ചിരിച്ചു. പക്ഷേ അമ്മായിമ്മയ്ക്ക് മാത്രം ഭാവഭേദമൊന്നുമില്ല. നമ്പർ തരൂ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് നമ്പർ വാങ്ങിച്ചു. ഇപ്പം ഞങ്ങൾ അത്യാവശ്യമായിട്ട് അനിയത്തെ കാണാൻ പോവുകയാണ്, ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് അമ്മായിമ്മ എക്സൈറ്റഡ് ആയിട്ടാണ് എൻ്റെ കൂടെ വന്നത്. പിന്നെ വഴിനീളെ അങ്ങനെക്കുറിച്ച് വർണ്ണിച്ച് സംസാരിക്കുമായിരുന്നു. ഞങ്ങൾ പഠിക്കുന്ന സമയത്തില്ലേ, ഞങ്ങൾ 2 പേരും കൂടി ഒരു മരത്തിൻ്റെ ചോട്ടിൽ പോയി കുറേ നേരം ഇരിക്കായിരുന്നു. ഇപ്പോഴും ആ മരം അവിടെ ഉണ്ട്. ഞാൻ കോളേജിൻ്റെ സൈഡിൽ കൂടെ പോകുമ്പോഴല്ലേ ശ്രദ്ധിക്കാറുണ്ട്. ആ, ഇനിയിപ്പോൾ അമ്മ എന്തിനാ മരത്തെ ശ്രദ്ധിക്കുന്നത്? പുള്ളി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അമ്മായിമ്മ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ അത്ഭുതമാണ്, എനിക്ക് തോന്നുന്നത് നിൻ്റെ ഭാഗ്യം കൊണ്ടാണെന്ന്. അത് കൊള്ളാം. എൻ്റെ ഭാഗ്യം അമ്മ ചുളുവിനടിച്ചെടുത്തു. എൻ്റെ ഭാഗ്യം കൊണ്ട് അമ്മയുടെ പഴയ കാമുകനെ അമ്മ കണ്ടു. പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ട് ഇനി എൻ്റെ കാമുകരെ കാണാൻ പറ്റുമോ? ഇനി അമ്മയുടെ ഭാഗ്യം കൊണ്ട് ഏതെങ്കിലും കാമുകി എൻ്റെ മുന്നിൽ വന്നാലായി. അപ്പം നിനക്ക് ഒത്തിരി കാമുകന്മാരുണ്ടായിരുന്നില്ലടാ. എൻ്റെ മോളെ ചതിക്കോ? എൻ്റെ പൊന്നമ്മയില്ല. എനിക്ക് പലരോടും ഇഷ്ടമുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ആ, ഇനി നിനക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കാമുകി വന്നു കഴിഞ്ഞാൽ നീ ഒരിക്കലും വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. സ്വന്തം ഭാര്യയോ ഭർത്താവിനെയൊന്നും ആരും ഉപേക്ഷിച്ച് പോകരുത്. പക്ഷേ അവരറിയാതെ ഇടയ്ക്കൊന്ന് പോയി കാണുന്നതിൽ തെറ്റൊന്നുമില്ല. കാര്യം ആദ്യത്തെ മധുരം മറക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അമ്മ, എനിക്ക് മധുരമൊന്നും ഉണ്ടായിട്ടില്ല. എനിക്കങ്ങനെ ഡീപ്പായിട്ടുള്ള ഒരു ബന്ധങ്ങളുമില്ലായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രണയിക്കുന്ന ആൾക്കാരാണെങ്കിലല്ലേ ഉള്ളൂ ഡീപ്പായിട്ടുള്ള സൗഹൃദങ്ങളോ അല്ലെങ്കിൽ അവസരങ്ങളോ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞപ്പോൾ അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോനെ മനോജും ഞാനും കൂടെ നല്ല ഡീപ്പായിട്ടുള്ള സൗഹൃദമായിരുന്നു.
പുള്ളിയാണെങ്കിൽ ആ സമയത്ത് വിഷയങ്ങളിലൊക്കെ ഇത്തിരി ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു. എന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എടി എൻ്റെ വീട്ടിൽ ആരുമില്ല, അവൻ്റെ വീട് കോളേജിനടുത്തായിരുന്നു, നടന്നു പോകാതെ ദൂരമേ അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരാണ്, ഇഷ്ടം പോലെ സമയ സൗകര്യമുണ്ട്. പക്ഷേ അന്നില്ലേ ഞാൻ മനസ്സിൽ പിടിച്ചു, ഞാൻ വരില്ല, എനിക്ക് പേടിയാണ്, നീ ചതിക്കും എന്നൊക്കെ പറയും. അത് കൊള്ളാമല്ലോ, പ്രേമിക്കുന്ന ആൾ ചതിക്കുമെന്ന് അമ്മ മുൻപേ വിചാരിച്ചോ? അതല്ലടാ, അന്നത്തെ കാലമല്ലേ, വീട്ടുകാരാണെങ്കിൽ ഭയങ്കര നിയന്ത്രണം. പിന്നെ ഇന്നത്തെ കാലമായാലും സ്ത്രീകൾ എപ്പോഴും ശ്രദ്ധിക്കണ്ടേ, അതുകൊണ്ട് എനിക്ക് പേടിയായിരുന്നു. ഒരവസരങ്ങളും ഞാൻ വിനിയോഗിച്ചില്ല. പിന്നീട് കല്യാണം കഴിച്ചപ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ ദുഃഖം തോന്നിയത്. അതെന്താമേ അങ്ങനെ തോന്നിയത്? എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്നോട് തുറന്ന് പറയുകയാണ്, നമുക്ക് ഭർത്താവിനെ ഇഷ്ടമാണ്, ഭർത്താവിൻ്റെ കൂടെ നമ്മൾ ഒത്തിരി കാലം ജീവിച്ചു. എന്നിരുന്നാലും കിട്ടാതെ പോയ ഏതോ കനി, ഏതോ മധുരം, അറിയാത്ത എന്തോ അത് വേണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട്, എൻ്റെ ഭർത്താവിനേക്കാൾ 100 ഇരട്ടി സ്നേഹം തരാൻ എൻ്റെ പഴയ കാമുകന് കഴിയുമായിരിക്കും. അല്ലെങ്കിൽ ഞാനൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അയാൾ വീട്ടിലേക്ക് പോകാൻ വിളിച്ചപ്പോൾ ഒരു നിമിഷമെങ്കിലും, ഒരു നേരമെങ്കിലും ഞാൻ സമ്മതിച്ചിരുന്നെങ്കിൽ എനിക്ക് ആ അനുഭവം എപ്പോഴും ഉള്ളിൽ കൊണ്ടു നടക്കാമായിരുന്നു. അത് ഇപ്പോഴും എനിക്ക് വിട്ടുമാറാത്ത ഒരു നോവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാം മോനെ, എനിക്ക് പലപ്പോഴും സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് തുഴഞ്ഞ് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. മനഃപൂർവ്വം പലപ്പോഴും ഞാൻ സ്വയം പറയും, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടി ആയി എന്നൊക്കെ. പക്ഷേ ഞാൻ അങ്ങനൊരു കാര്യം അനുഭവിച്ചിട്ടേ ഇല്ലെന്ന് പറയാം. സ്നേഹം പ്രകടിപ്പിച്ചാൽ മനസ്സിലൂടെ തോന്നണ്ടേ, എങ്കിലല്ലേ ശരീരത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാകൂ. അങ്ങനൊരു ദാമ്പത്യ ജീവിതമാണ് എൻ്റേത്. അപ്പോൾ അമ്മ പറഞ്ഞു വരുന്നത് അച്ഛനുമായിട്ടുള്ള സ്നേഹം ഇത്ര നാളായിട്ടും കറക്റ്റായില്ലെന്നാണോ? അങ്ങനെ പറയാൻ പറ്റില്ല മോനെ. പക്ഷേ ഒരു മിസ്സിങ് ലിങ്ക് ഉണ്ട്. നീ നിൻ്റെ ഭാര്യയോട് എപ്പോഴും ചോദിക്കണം, നിനക്ക് ഓക്കെ ആണോ എന്ന്. പക്ഷേ എൻ്റെ ഭർത്താവ് ഒരിക്കൽ പോലും എന്നോട് ഓക്കെ ആണെന്ന് ചോദിച്ചിട്ടില്ല. അങ്ങനെ ചോദിച്ചാൽ അമ്മ എന്ത് പറയും? എനിക്കറിയില്ല മോനെ, എന്ത് പറയുമെന്ന് ഒന്നും എനിക്കറിയാത്തൊരവസ്ഥയാണ് എൻ്റെ ദാമ്പത്യത്തിൽ. എന്നാലും അമ്മ ഇത്രയും മനസ്സിലൊക്കെ വെച്ചിട്ട് എന്ത് ജോലിയായിട്ടാണ് ജീവിക്കുന്നത്? അങ്ങനെയല്ലേ ജീവിക്കേണ്ടത്? വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒരു അഭിനയമാണ്. നീയും അഭിനയിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു. എൻ്റെ മോളും അഭിനയിക്കുമായിരിക്കും. പക്ഷേ അഭിനയങ്ങളില്ലാതെ നല്ല പ്രണയിതാക്കളായിട്ട് പോയി കഴിഞ്ഞാൽ നല്ല രസമാണ് ദാമ്പത്യം. പക്ഷേ അല്ലാതെ അഡ്ജസ്റ്റ്മെൻ്റ് ആണെങ്കിൽ വലിയ പ്രശ്നങ്ങളും ഇടയ്ക്ക് വരാൻ മോനെ. അത് പോട്ടെ, ഇപ്പം എൻ്റെ കാമനെ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? അങ്ങേര് ചെറുപ്പത്തിൽ നല്ല സുന്ദരനായിരുന്നോ അതോ യോഗ്യനാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പുള്ളി നല്ലൊരു മനുഷ്യനാണല്ലോ, ഇപ്പോഴും നല്ല ഫിസിക്കാണ്. അപ്പോൾ ചെറുപ്പകാലത്ത് അടിപൊളിയായിരിക്കും. അമ്മ പ്രേമിച്ചതിൽ തെറ്റി പറയാനൊന്നുമില്ല. എനിക്ക് അത് കേട്ടാൽ മതി. എന്തായാലും അമ്മ നമ്പർ വാങ്ങിച്ചല്ലോ, ഇനിയിപ്പം നിങ്ങൾക്ക് കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യാമല്ലോ. എനിക്കറിയില്ലടാ, അങ്ങയുടെ കുടുംബസ്ഥിതി എന്താണ് ഒന്നും അറിയില്ല. പുള്ളി ഇനി പഴയ പോലെ ഏതെങ്കിലും രീതിയിൽ സൗഹൃദത്തിന് നിൽക്കുമെന്ന് പോലും അറിയില്ല. പക്ഷെ അങ്ങനെയല്ലല്ലോ, നിങ്ങൾ കണ്ടപ്പോഴേക്കും എന്തോ ആവശ്യം കെട്ടിപ്പിടിക്കുന്നു, കൈ കൊടുക്കുന്നു. എന്തായിരുന്നു അവിടെ? പുള്ളിയുടെ ഉള്ളിലും പഴയ ആ ഫയറ് കിടപ്പുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോടാ, നിനക്കങ്ങനെ തോന്നിയോ? ആണുങ്ങൾക്കല്ലേ ആണുങ്ങളെ ശരിക്കും അറിയുള്ളൂ. അപ്പം ഉണ്ടായിരിക്കും. എങ്കിൽ ഞാൻ വിളിക്കാം. അപ്പം അമ്മ ഫയർ ഉണ്ടെങ്കിലേ വിളിക്കുന്നുള്ളൂ, സൗഹൃദത്തിന് വേണ്ടി വിളിക്കുന്നില്ലേ? ഫയറിനകത്ത് ചാടാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ഒന്ന് പോടാ, അങ്ങനൊന്നുമില്ല. ഞാൻ എൻ്റെ ഭർത്താവിന് ദ്രോഹം ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആലോചിച്ചിട്ടില്ല. ജസ്റ്റ് സൗഹൃദം. പിന്നെ പുള്ളിയുടെ സ്വരമൊക്കെ ഒന്ന് കേൾക്കാമല്ലോ, വേണമെങ്കിൽ ഒന്ന് സൊള്ളാമല്ലോ, അതിർവരമ്പിൽ നിന്നുകൊണ്ട് ഒന്ന് ചൂണ്ടയിടാമല്ലോ. ചൂണ്ടയിടുന്നൊക്കെ കൊള്ളാം, പക്ഷെ മീൻ കൊത്തിക്കഴിഞ്ഞാൽ അമ്മ എന്ത് ചെയ്യും? കൊത്തുമ്പോഴല്ലേ, ചൂണ്ടയിട്ടാൽ എപ്പോഴും മീൻ കിട്ടണമെന്നില്ലല്ലോ എന്ന് പറഞ്ഞു. എന്തോ ദുരുദ്ദേശമുണ്ട്. അമ്മ ആകെ കൂടി തരളിതയാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് പോടാ, എനിക്കും തളരും കുളിരും ഒന്നുമില്ല. എൻ്റെ പഴയ സഹപാഠിയെ കണ്ട ആ ഒരു എന്താ പറയുക, അതിനും അതാ എനിക്ക് എനിക്ക് മനസ്സിലായമ്മേ. ഇംഗ്ലീഷിൽ അതിന് എക്സൈറ്റ്മെൻ്റ് എന്ന് പറയും. അത് തന്നെ. പിന്നെ മലയാളത്തിൽ ഒരു പേരുണ്ട്. എന്താ മോനെ പേര്? ഇളക്കം. ഒന്ന് പോടാ എന്ന് പറഞ്ഞ് അമ്മായിമ്മ എന്നെ നുള്ളി. പുള്ളിയെ കണ്ടപ്പോഴേക്കും ഞാൻ ഇളകിയോ? നിനക്കെന്താ തോന്നേ? അമ്മ ആകെ ഇളകുകയും കുടുങ്ങുകയും ഒക്കെ ചെയ്തു. അമ്മയാണെങ്കിൽ ഒരു 18കാരേക്കാൾ കൂടുതൽ അവിടെ കൊഞ്ചുകയും കുഴയുകയും ചെയ്തു. അവിടെയുള്ള സെയിൽസ് ഗേളും വരുന്നവരും പോകുന്നവരും ഒക്കെ നിങ്ങളുടെ ഒച്ചയും വിളിയൊക്കെ കണ്ട് നോക്കുകയായിരുന്നു. ഇതെന്താ വല്ല വിദേശ ചിത്രങ്ങളുമാണോന്ന്? ഒന്ന് പോടാ, അങ്ങനെയൊന്നും ഞാൻ ശബ്ദം ഉണ്ടാക്കിയില്ല. ഇല്ല, വീഡിയോ എടുത്തായിരുന്നെങ്കിൽ അറിയാമായിരുന്നു. എന്തായാലും കൊള്ളാം, നിങ്ങൾ തമ്മിലുള്ള കെമിസ്ട്രി ഇപ്പോഴും വർക്കാകുമെന്ന് എനിക്ക് തോന്നുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും പുള്ളിയെ ഞാൻ വിളിക്കാം. എന്നിട്ട് ഒരു ദിവസം നമുക്ക് എല്ലാവർക്കും കൂടി പുള്ളിയുടെ വീട്ടിലേക്കൊന്ന് പോകാമെന്ന് പറഞ്ഞു. അതിനെന്താമേ, നമുക്ക് പോകാമല്ലോ, അമ്മയുടെ പഴയ ഫ്രണ്ടല്ലേ എന്ന് പറഞ്ഞു.
നീ ഫ്രണ്ടെന്ന് പറയുമ്പോഴേക്കും ഫ്രണ്ടിലേക്ക് കയറി അങ്ങ് പറയുകയാണല്ലോ. ആ എന്നാൽ ശരി, ജസ്റ്റ് ഫ്രണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയി തിരിച്ചു വന്നു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മാമ്മ പറഞ്ഞു, മോനെ നമുക്ക് രണ്ടുപേർക്കും കൂടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകാം. ഇവിടുന്ന് ഒരു 10-25 കിലോമീറ്ററിലാണ് പുള്ളിക്കാരൻ സെറ്റിലായിരിക്കുന്നതെന്ന്. അതിനെന്താമേ പോകാം, അവളെയും കൂടെ വിളിക്കണോ? എടാ ഇത് രഹസ്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യമാണ്, എൻ്റെ മോൾ അറിയരുത്, എൻ്റെ ഭർത്താവ് അറിയരുത്. അപ്പോൾ അമ്മ മീറ്റ് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഫ്രണ്ടിനെ കാണാനല്ലേ, എന്നാലും അവർ അറിയണ്ട, അതും റോങ് ആയിട്ടുള്ളൊരു സൈനാണ്. അതുകൊണ്ട് നമുക്ക് പോയിട്ട് വരാം. ശരി, അമ്മയുടെ ഇഷ്ടം. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ ചെന്നത്. ഒരു ദിവസം 4 മണിക്ക്. പുള്ളിയുടേത് വലിയൊരു സെറ്റപ്പാണ്, നല്ലൊരു ബിസിനസ്മാനാണ്, ഇഷ്ടം പോലെ പണമൊക്കെ ഉണ്ട്. പുള്ളിയുടെ വൈഫിൻ്റെ ഫോട്ടോ ഒക്കെ അവിടെ ഇരിപ്പുണ്ട്. പുള്ളിക്കാരിയും വിദേശത്തൊക്കെ സെറ്റിലായിരുന്നു, മക്കളും വിദേശത്താണ്. ഭാര്യ ഇപ്പോൾ വീട്ടിലില്ല, നാട്ടിലേക്ക് പോയിരിക്കുകയാണ്, അവിടെ തറവാട്ടിൽ. കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തായാലും നിൻ്റെ ഭാര്യ ഒന്ന് കാണണമായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരൻ പറഞ്ഞു, അത് കാണാതിരിക്കുന്ന അടി നല്ലതെന്ന്. അമ്മാമ്മ ചോദിച്ചു, അതെന്താ? എടീ അവൾക്ക് മുടിഞ്ഞ സംശയരോഗമാണ്. അവൾ ഞാൻ എവിടെ തിരിഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ മൊബൈല്, സോഷ്യൽ മീഡിയ എല്ലാം സെർച്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഞാൻ ഒട്ടും ആക്റ്റീവല്ല. ഏതെങ്കിലും ഒരു പെണ്ണ് എന്നെ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ ബിസിനസ്സാണോ അല്ലയോ എന്ന് അവൾ മണത്തറിയും. നിൻ്റെ കഥ വല്ലതും അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ അവൾ പിന്നെ എന്നെ വെച്ചേക്കില്ല. അപ്പോൾ നീ പണ്ട് ഭയങ്കര ധൈര്യശാലിയായിരുന്നു, ഇപ്പം പേടിത്തൊണ്ടനാണോ? ആ, പെണ്ണ് കിട്ടിയാൽ കണ്ണ് കിട്ടിയെന്നല്ലേ. എൻ്റെ ഗതി അങ്ങനെയായിപ്പോയി. ഇടയ്ക്കൊക്കെ ഞാൻ സൗകര്യം കിട്ടുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മയുടെ മുഖമങ്ങ് ഇരുണ്ടു. ഇങ്ങനൊരു ട്രീറ്റ്മെൻ്റ് അല്ല അവർ പ്രതീക്ഷിച്ചത്. ഒത്തിരി ആശിച്ച് സ്നേഹത്തോടുകൂടി സംസാരിക്കാനാണ് വന്നത്. ഞാനും അപ്പോൾ ധൃതി ഭാവിച്ചു, ശരിയമ്മേ നമുക്ക് പോകാം, നമുക്ക് ഒരിടത്ത് കയറണ്ടേ എന്നൊക്കെയുള്ള രീതി ഞാൻ സംസാരിച്ച് അവിടുന്ന് അമ്മായിമ്മയെ രക്ഷപ്പെടുത്തി. തിരിച്ചു വന്നപ്പോഴേക്കും പുള്ളിക്കാരി ഇങ്ങനെയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അവൻ നട്ടലില്ല എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞു. അല്ലമ്മേ, അമ്മ ഇത്രയും നിരാശയാകേണ്ട കാര്യം എന്താണ്? ഇത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണ്? അങ്ങനെ നമ്മൾ കാണാൻ പോയി, കണ്ടു. പിന്നെ അങ്ങയുടെ ജീവിതം കല്യാണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും വേറെ രീതിയിലാകും. അമ്മയുടെ ജീവിതം അങ്ങനെ തന്നെയല്ലേ, അങ്ങർക്ക് പരിമിതികളുണ്ട്. അത് അയാൾ പറഞ്ഞു. വല്ലപ്പോഴൊക്കെ വിളിക്കുമല്ലോ, അമ്മയ്ക്ക് വേറെ ഉദ്ദേശമൊന്നുമില്ലല്ലോ, ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് അല്ലേ. അപ്പോൾ അമ്മ പറഞ്ഞു, വേറെ ഉദ്ദേശം ഉണ്ടെങ്കിലും ഇനിയിപ്പം എങ്ങനെ നടക്കുക? അപ്പോൾ അമ്മ കാണാൻ പോയത് വേറെ എന്തോ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ്. അപ്പം അമ്മ പറഞ്ഞു, അതേടാ എനിക്ക് അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണെന്നറിയാമോ, എൻ്റെ മനസ്സിൽ പണ്ട് തൊട്ടേ ഒരു ഭാഗം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് വെച്ചിരിക്കുകയാണ്. ഇതുവരെയും എൻ്റെ കാമുകനായിരുന്നിട്ടും എനിക്കൊരിക്കൽ പോലും പൂർണ്ണമായിട്ട് ഒന്നും അറിയാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴെങ്കിലും പുള്ളിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പുറമേയുള്ള സ്നേഹമല്ലാതെ മറ്റെന്തെങ്കിലും വേണമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. ഇത്രയും നാളും അറിയാത്തതും കാണാത്തതുമൊക്കെ എൻ്റെ മനസ്സിൽ കിടന്ന് തിളക്കുകയായിരുന്നു. പുള്ളിയെ കണ്ടപ്പോൾ അതൊരു ഭാഗ്യമാണ്, ലോട്ടറി അടിച്ച പോലെയാണ്. ഇപ്പോൾ അങ്ങർക്ക് ഒത്തിരി സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, കുറച്ചൊക്കെ മുതിർന്നല്ലോ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പം കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ നിയന്ത്രണങ്ങളാണ്. ഇതെന്ത് ജീവിതമാണ്, ഇവനൊക്കെ ഒരാണാണോ എന്നൊക്കെ പറഞ്ഞ് എന്നോട് തട്ടിക്കേറി. അമ്മ ഇത്രയും വലിയ പ്രക്ഷുബ്ധയായിട്ട് യാതൊരു കാര്യമില്ല. ഇതൊന്നും നമ്മളുടെ കയ്യിലല്ല. നിനക്കങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നെ വെറുതെ ആശ്വസിപ്പിക്കാൻ. പിന്നെ ഞാനെന്ത് ചെയ്യണം? എങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യാം, അങ്ങയുടെ നമ്പർ ഇങ്ങോട്ട് വന്നേ, വിളിച്ച് പറയാം. അമ്മ ഇവിടെ അഗ്നിപർവ്വതം പോലിരിക്കുകയാണ്, ലാവ ഉരുക്കി കളയണം, ഇങ്ങോട്ടൊന്ന് വരാൻ. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വിളിച്ച് പറയടാ. എനിക്കിനി അങ്ങയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റില്ല. അതുകൊണ്ട് നിനക്ക് പറഞ്ഞിട്ട് എന്നെ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യ്. നിങ്ങൾ ആണുങ്ങളല്ലേ, ഇതൊക്കെ പെട്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കാമല്ലോ. അല്ല, അമ്മയെല്ലാം നേരെ പോകുന്നല്ലേ, എൻ്റെ ആവശ്യം എന്താ? അപ്പം നിനക്ക് സഹായിക്കാൻ വയ്യ. അമ്മ ഇത് സീരിയസ് ആയിട്ടാണ് പറയുന്നത്? അതേടാ, എൻ്റെ മനസ്സിൽ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടു കഴിഞ്ഞപ്പോഴേക്കില്ലേ എനിക്കിനി അങ്ങനെ വിളിക്കാനേ തോന്നുന്നില്ല. അപ്പോൾ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ ആറ്റിറ്റ്യൂഡ് മാറുമോ? അതറിയില്ലല്ലോ, അങ്ങർക്ക് എന്താ സാഹചര്യമെന്ന്. എന്തായാലും ഞാൻ വിളിക്കില്ല അങ്ങനെ. എങ്കിൽ ഒരു കാര്യം ചെയ്യാം, അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഇത്രയും നാൾ ഞാൻ കൂട്ടുനിന്നില്ലേ, ഇത് ഞാൻ വിളിച്ച് പറയാം. അമ്മ നമ്പരുതാ, ഞാനിത് പറഞ്ഞ് റെഡിയാക്കി എടുക്കാം. മോനെ, നിന്നെക്കൊണ്ടത് പറ്റുമോ? പിന്നെ ഈ ദൗത്യം ഞാൻ ഈസിയായിട്ട് സാധിച്ചു തരാം. എന്തായാലും അങ്ങനെ ആണല്ലേ. പിന്നെ അമ്മ പഴയ കാമുകയും. ഇതിനൊക്കെ നോ പറയുന്നവനെ എന്ത് ചെയ്യാൻ പറ്റും? അമ്മ പറയുന്നത് പോലെ ആണാണോ എന്ന് ചോദിക്കാം. അയാൾ ഒരിക്കലും പറയില്ല. പക്ഷേ സിറ്റുവേഷൻസ് മോശമായിരിക്കും. അങ്ങേർക്ക് നമുക്ക് നല്ല സിറ്റുവേഷൻസ് ഒരുക്കി കൊടുത്താൽ മതിയല്ലോ. ഇപ്പം ഞാൻ അവിടെ ചെന്നു, എൻ്റെ കൂടെ ഒന്ന് കറങ്ങാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ലല്ലോ. അമ്മ ഞങ്ങളോട് കൂടിയ പോലെ. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അമ്മ തുള്ളിച്ചാടി. ശരിയാടാ, കറക്റ്റാണ്. നീ പുള്ളിയോട് നല്ല സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൂരെ ഉടനെ പോകാം. ഊട്ടി, കൊടൈക്കനാൽ, ഏർക്കാട്, ഏലഗിരി, മലഗിരി, ഏത് ഗിരി വേണമെങ്കിലും നമുക്ക് പോകാം. അമ്മേ,
അമ്മ എന്തൊക്കെയാണ് പറഞ്ഞത്? അതേടാ മോനെ, നിൻ്റെ ഐഡിയ സൂപ്പർ. ഞാൻ ഇത്ര ഐഡിയ പറഞ്ഞില്ലയോ അമ്മേ? ആ, എങ്കിൽ പിന്നെ ഞാൻ ഐഡിയ കൂടുതൽ ഇട്ടെന്ന് നീ വിചാരിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ അമ്മായിമ്മയുടെ ഇളക്കം കണ്ടപ്പോൾ എനിക്ക് ഇതൊട്ട് നിർത്താനും തോന്നിയില്ല. അങ്ങനെ ഞാൻ ആ ദൗത്യമായി മുന്നോട്ട് പോയി. പുള്ളിയോട് ഞാൻ ഒരു ദിവസം നേരിട്ട് കാണുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, അവൾക്ക് എന്നോട് നേരിട്ട് പറഞ്ഞാൽ പോരായിരുന്നു. ഞാൻ പറഞ്ഞു, ഞങ്ങൾ സൗഹൃദപരമായി സംസാരിക്കുന്നുണ്ട്. പക്ഷെ അന്ന് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭാര്യയെ പേടിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്ക് നല്ല ദേഷ്യമായി. അത് കറക്റ്റാണ് മോനെ, ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇവിടെ അവളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ നിൻ്റെ അമ്മായിമ്മ പറഞ്ഞ അതേ ആഗ്രഹം എനിക്കുമുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ കമ്പനിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി പോകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല. അത് കറക്റ്റാണ്. ഈ ഐഡിയ വർക്കൗട്ട് ആവുമെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ കുഴപ്പമില്ല, ഏറ്റവും അടുത്ത സമയത്ത് തന്നെ നമുക്ക് അത് മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2-3 ദിവസത്തെ ഒരു ടൂറ് പ്ലാൻ ചെയ്തു. ഞങ്ങൾ 3 പേരും കൂടി 3 വഴിക്കാണ് പോകുന്നത്. അമ്മ വേറെ വഴിക്ക്, ഞാൻ വേറെ വഴിക്ക്, പുള്ളിക്കാരൻ വേറെ വഴിക്കെങ്കിലും വീട്ടിൽ നിന്ന് പുള്ളി ഇറക്കിയത് ഞാനാണ്. അമ്മയ്ക്ക് ആ സമയത്ത് ഒരു കൂട്ടുകാരുടെ കല്യാണമുണ്ട് കോഴിക്കോട്. അതിൻ്റെ പേരിലാണ് ഇറങ്ങുന്നത്. അവിടെയും ഒന്ന് വിസിറ്റ് ചെയ്യാം. അപ്പോൾ കോഴിക്കോടാണ് എല്ലാവരും കാണുന്നത്. ഞാനാണെങ്കിൽ തൃശ്ശൂർ പോകണമെന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. അമ്മയുടെ ഫ്രണ്ട് പറഞ്ഞത് തിരൂർ പോവുകയാണെന്ന്. എന്തായാലും എല്ലാവരും പല സമയങ്ങളിലായിട്ട് കോഴിക്കോട് കണ്ടുമുട്ടി. 3 പേരും ഒരിടത്താണ് റൂം എടുത്തത്. പക്ഷെ സെപ്പറേറ്റ് റൂമാണ്. പിന്നെ എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അമ്മായിയമ്മ ആ മുറിയിലേക്ക് പോവുകയും ചെയ്തു. അന്ന് രാത്രി ഞാൻ തനിച്ചായിരുന്നു. പിറ്റേ ദിവസം അമ്മായിമ്മയുടെ ഫ്രണ്ടിന് കല്യാണമുണ്ട്. അതിന് റെഡിയായി രാവിലെ പോകാമെന്ന് പറഞ്ഞു. എന്തായാലും അമ്മായിമ്മ രാവിലെ ആയി കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു വന്നത്. എന്നെ വിളിച്ചു. ഞാൻ ചോദിച്ചു എങ്ങനെയെന്ന്. ആ, എല്ലാം പറയാം, നമുക്കെന്തായാലും കല്യാണത്തിന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും കൂടിയാണ് കല്യാണത്തിന് പോയത്. സന്തോഷവും സമാധാനവും അമ്മായിമ്മയുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്നു. കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ സംഭവങ്ങളല്ലേ നടന്നത്. അവർ വളരെ സന്തോഷവതിയായിരിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. ആ കല്യാണത്തിന് പോയി ഉച്ച കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരന് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. പുള്ളി തിരിച്ചു പോവുകയും ചെയ്തു. അടുത്തൊരു ദിവസം പിന്നെയും കാണാം എന്നാണ് പറഞ്ഞത്. പെട്ടെന്ന് 2 ദിവസം നിൽക്കാൻ വന്ന ആള് തിരിച്ചു പോന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഓർത്തു, ആ ബിസിനസ്മാനൊക്കെ അല്ലേ, എന്തെങ്കിലും പ്രശ്നം കാണുമെന്ന്. പക്ഷെ അമ്മാമ്മ എന്നോട് പറഞ്ഞു, ആ നമുക്ക് നാളെ പോയാൽ മതി, ഇവിടെ ഇപ്പോൾ ഇവരുടെ വീട് നമുക്കൊന്നുകൂടെ വിസിറ്റ് ചെയ്യാം, സ്ഥലങ്ങളൊക്കെ കാണാം, പുള്ളി എന്തോ ആവശ്യത്തിന് വേണ്ടി തിരിച്ചു പോയതല്ലേ എന്ന് പറഞ്ഞു. ആ വന്നതല്ലേ, എങ്കിൽ അങ്ങനെ ആകട്ടെ എന്ന് ഞാനും കരുതി. പക്ഷേ അന്ന് വൈകിട്ട് കല്യാണ ബഹളങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മായിമ്മ എന്നോട് പറഞ്ഞു, മോനെ നീ ചോദിച്ചില്ലേ എന്തായെന്ന്? ഓ ഒന്നും ആയില്ലടാ, അതിനേക്കാൾ ബെറ്റർ എൻ്റെ ഭർത്താവാണെന്ന്. ഞാൻ മൂക്കത്ത് വിരൽ വെച്ചു. അമ്മ എന്തായി പറഞ്ഞത്? അതിനു വേണ്ടിയിട്ടാണോ ഇത്രയും വലിയ റിസ്ക് നാടകം നടത്തിയത്? എന്താ അമ്മയെ സംഭവിച്ചത്? എൻ്റെ പൊന്നു മോനെ, കാണുന്ന ഗാംഭീര്യം മാത്രമേ ഉള്ളൂ, അമ്പയെ പരാജയമാണ്. എന്ത് കണ്ടിട്ടാണോ അവൻ്റെ ഭാര്യ അവനെ സംശയിക്കുന്നത്? എന്തിരിക്കുന്നു ഞാനൂലിനെയൊക്കെ വെച്ചിട്ട് എന്ത് സംശയിക്കാനാ എന്ന് പറഞ്ഞ് അമ്മായിമ്മയുടെ മുഖഭാവങ്ങൾ മാറി. ഞാൻ പെട്ടെന്ന് ഈ തമാശ കെട്ട് പൊട്ടിച്ചിരിച്ചു. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, മോനെ അമ്പയെ പരാജയമായിരുന്നു. അങ്ങേർക്ക് കാണുന്ന സൗന്ദര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂടാ. പിന്നെ പണ്ടത്തെ കാലത്ത് എൻ്റെ കൈ ഒന്ന് നീണ്ട് ഒന്ന് സ്പർശിച്ചിരുന്നെങ്കിൽ ഞാനിതൊക്കെ തിരിച്ചറിഞ്ഞേനെ. ഇത്രയും കാലം സ്വപ്നത്തിൽ ഞാനത് താലോലിക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. ഞാൻ പിന്നെയും പൊട്ടിച്ചിരിച്ചു. ആഹാ, എൻ്റെ വിഷമം പറഞ്ഞപ്പോൾ നീ എന്നെ കളിയാക്കി പൊട്ടിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചു. അപ്പം അമ്മ ഇനി അയാളെ കാണില്ലേ? ഞാൻ അപ്പാമ്മയും കാണില്ല, ആരെയും കാണുന്നില്ല എന്ന് പറഞ്ഞ് അമ്മയുടെ മുഖം വല്ലാതായി. എന്തായാലും രാത്രിയായി കഴിഞ്ഞപ്പോഴേക്കും അമ്മ, മോനെ ഞാൻ അങ്ങോട്ട് വരിക, എനിക്കിതിനെപ്പറ്റി ഒത്തിരി സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. വന്നോളൂ അമ്മയെന്ന് പറഞ്ഞു. പക്ഷേ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് ഇച്ഛാഭംഗത്തെക്കുറിച്ചാണ്. എടാ, പ്രതീക്ഷിച്ചത് കിട്ടാതായി കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത നിരാശയാണ്. അതിനിപ്പോൾ പാതിരാത്രി എന്ത് ചെയ്യാനാണ്? അങ്ങനെ വീണ്ടും സൃഷ്ടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മ പറഞ്ഞു, പകരം എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ എനിക്ക് വല്ലാത്ത വിഷമമാണ്. പകരം ഇപ്പോൾ ഇവിടെ എന്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അമ്മായിമ്മ പറഞ്ഞു, പകരമുണ്ടല്ലോ, ചിലപ്പോൾ തേടിയതിനേക്കാൾ വലിയ വള്ളി കാലിൽ ചുറ്റിയാലോ എന്ന് ചോദിച്ചു. അമ്മേ, തമാശ അതിൽ കിടക്കുന്നു. തമാശയല്ലടാ, എനിക്ക് ഇന്ന് രാത്രി എൻ്റെ വർഷങ്ങളായുള്ള എല്ലാ പരാജയങ്ങളും എനിക്കിവിടെ മാറ്റിവെക്കണം. അമ്മേ വേണ്ട, വേണം. നിനക്കിപ്പോൾ എൻ്റെ യഥാർത്ഥ മനസ്സ് മനസ്സിലായി കാണും. ഇവിടെ ഇപ്പോൾ ഈ കാര്യങ്ങൾ പൊരുത്തപ്പെട്ടു പോയില്ല. ഇവിടെയും എനിക്ക് നിരാശയാണ് ഫലമെങ്കിൽ ഞാൻ ഓക്കെ, എല്ലാം സഹിച്ചോളാം, നോക്കട്ടെ മോനെ എന്ന് പറഞ്ഞു. വേണ്ട വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, വേണം വേണം എന്നെൻ്റെ മനസ്സ് പറയുന്നു. ഇനിയിപ്പോൾ ഞാൻ പിന്നോട്ടില്ല. പിന്നോട്ടാഞ്ഞ അമ്മായിയമ്മ ശക്തിയായി മുന്നോട്ടാഞ്ഞു.
നിധിവേട്ട നടത്തുന്ന വേട്ടക്കാരെ പോലെ ഉത്സാഹഭരിതയായിരുന്നു അവർ. കണ്ടുകിട്ടിയ നിധി കണ്ട് അവർ മുകളിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, എൻ്റെ പരാജയങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. എനിക്കിനി പരാജയമില്ല, വിജയമെന്ന് തുളുമ്പി ഒഴുകും എന്ന് പറഞ്ഞു. എൻ്റെ ഒരു എതിരഭിപ്രായത്തിനും അവിടെ വിലയുണ്ടായിരുന്നില്ല. ആണുങ്ങൾക്ക് പലപ്പോഴും ഒന്നിനും നോ പറയാൻ പറ്റാതെ പോകുമല്ലോ. അങ്ങനെ അതിൽ ഞാനും അകപ്പെട്ടു പോയി. എല്ലാം ഞാൻ മാനേജ് ചെയ്തു പോകുന്നു മാഡം. എൻ്റെ കഥ കേട്ടിട്ട് മാഡത്തിന് എന്ത് തോന്നുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത്തരം 100,000 കഥകൾ വായിച്ച് എനിക്ക് എന്ത് തോന്നാനാണ്? എങ്കിലും കൊള്ളാം എന്ന് ഞാൻ അങ്ങ് അഭിനന്ദിച്ചേക്കാം അല്ലേ. എന്തായാലും വേറെ ചോദ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും സംസാരിക്കേണ്ടി വരുന്നില്ല.